ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു മീൻകറി ആയിട്ടാണേ. അതിന് 1 കിലോ വറ്റ, നല്ല പച്ച വറ്റയാണത്. അത് നല്ല ക്ലീൻ ചെയ്ത് കണ്ടിച്ച് വെച്ചിട്ടുണ്ടേ, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടുന്ന ഒരു മസാല നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു തക്കാളി കഷ്ണമായിട്ടിട്ടത്, ഒരു സവാള, ഇതിനകത്ത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, അതും ഇതിനകത്തിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരു മുറി തേങ്ങ, 1 കപ്പ് തേങ്ങ, ഞാനിപ്പോൾ 1 കിലോ മീൻ്റെ കണക്കാണ് പറയുന്നത്. ഇതിനകത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടിയാണേ. ഇതെല്ലാം നല്ല വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചിട്ട് വേണേ. ഇത് അരച്ചില്ലേ മസാല, മീന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ടേ. ഇട്ടിരിക്കട്ടെ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. സ്റ്റൗ ഓണാക്കി ഈ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി. ഇതിനകത്ത് 1 ടീസ്പൂൺ, കുഞ്ഞു സ്പൂണായി, അതിന്1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് ഒന്ന് പൊട്ടിട്ട് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ഇല്ലേ, ഇവിടെ കുറവാണ്. ഇതിനകത്തോട്ട് 2 പച്ചമുളക് അരിഞ്ഞത്, 1 സവാള കുത്തി അരിഞ്ഞത്, അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്ത് ഒരു തണ്ട് കറിവേപ്പില, ഇതൊന്ന് വഴന്ന് വരട്ടെ, ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ ഈ വഴന്ന സവാളയിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേ. ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടട്ടെ. നമുക്കിതിനകത്തോട്ട് ഈ അരച്ചുകൊണ്ടുന്ന അരപ്പില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് പിന്നെ കഴിയുമല്ലേ, ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് മാറണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഈ അരപ്പ്. നമ്മുടെ അരപ്പ് റെഡിയായേ. ഇങ്ങനെ വെച്ചിട്ട് വേണം ഇളക്കേണ്ടത്, അല്ലെങ്കിൽ മുഖത്തോട്ടൊക്കെ പൊട്ടിത്തെറിച്ച് വീഴും അരപ്പൊക്കെ. ഒന്ന് വഴറ്റിയെടുത്തേ.
ഇനി ഇതിനകത്ത് ഈ മിക്സി കഴുകി വെള്ളം കുറച്ചും ഒഴിക്കാം. ഇതിനകത്ത് കുറേയും കൂടെ വെള്ളം ഒഴിക്കാം, നമുക്ക് അരപ്പിന് ആവശ്യത്തിനുള്ള. മതി. ഇതിന് മീനിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കേ. ഇനി ഒന്ന് അടച്ചു വെച്ച് കഴിക്കാം. തിളക്കട്ടെ, അരപ്പ് തിളക്കട്ടെ. നമ്മുടെ അരപ്പ് തിളച്ചിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീനില്ലേ, അതിട്ട് കൊടുക്കാം. ഇതില് ഒരു 3 കഷ്ണം കുടംപുളി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുടംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ പുളിക്ക് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പുളിയൊക്കെ ചേർക്കേ. ഇതൊന്ന് തിളച്ചിട്ട് നമുക്കൊന്ന് അടച്ചിടേ, തിളക്കട്ടെ. ഇത് നല്ല തീ കിടക്കുകയാണ് ഇപ്പം. നമ്മുടെ മീൻ കറി നല്ല തിളച്ചിട്ടുണ്ടേ. ഇനി ഇത് ഞാൻ കവർ ചെയ്ത് കൊടുക്കേ. ഇനി തീ കുറച്ച് കൊടുക്കുക. തീരെ ചെറിയ തീയിലിട്ട് ഒരു 8-10 മിനിറ്റ് വേവിക്കേ. അത് മീനിന് ഉപ്പും പുളിയും എരിയും എല്ലാം മസാല അതിനകത്ത് പിടിക്കും. അല്ലെങ്കിൽ തീ കൂട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യരുത്. കൂട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ ചാറ് പറ്റുകയും ചെയ്യും, മീൻ ഉപ്പും പുളിയും ഒന്നും പിടിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ കിടക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ മീൻ കറി നോക്കേ. ഒരു 10-11 മിനിറ്റ് ആയി കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ല് കേട്ടോ. ഇതിനകത്ത് ഇതൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കേ. എന്താ ഇങ്ങനെ തീ ഇടുന്നോണ്ടാണ് അടിയിലെങ്ങും പിടിക്കില്ല. ചെറിയ തീയിൽ കിടക്കുന്നത് കൊണ്ടാണ് ആ ചാറും അങ്ങ് നല്ല കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ടേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കേ. അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ്, ഉപ്പൊക്കെ ഉണ്ടേ. ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക് 2ആയിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ടേ, അതിട്ട് കൊടുക്കാം. ഇനി ഒരു 3 തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുക്കേ. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. 2 മിനിറ്റ് വെച്ചേക്കേ. ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവാം. നമ്മുടെ കറി നോക്കേ. നല്ല മണമുണ്ട് ഇതിന്. നോക്കേ, നല്ല സൂപ്പർ കറിയാണ്. ഇനി ഞാൻ ഇത് കുറച്ച് ചോറിലോട്ട് കാണാം. ഇതിനകത്ത് ഞാനൊന്നും മാറ്റി വെക്കുന്നില്ല. ഇതിൽ നിന്ന് തന്നെ കുറച്ച് ചോറിലോട്ട് ഒഴിച്ച് കാണിച്ചേരേ. അതിന് കറിയുടെ ആ തിക്നെസ്സും എല്ലാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ കറി താഴോട്ട് നിറക്കിയൊക്കെ. ഓക്കെ, നല്ല കുറുകുറാ ചാറ്. ഞാൻ ഓക്കെ, ഈ കറിയുടെ എന്ത് ദൈവം, എന്താ കുറുത്ത ചാറെന്നറിയോ. ചോറിലോട്ടൊക്കെ ഒഴിച്ച് കഴിക്കാൻ എന്ത് സൂപ്പർ കറിയാന്നറിയോ. ഉണ്ടല്ലേ, അടിപൊളി ടേസ്റ്റോട് കൂടിയൊരു ഫിഷ് കറി. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം